Hello, Namaskaram. Welcome back to my channel. It's another episode of My Life Being Asha. അപ്പൊ ഇന്ന് നമ്മള് കണ്ണനായിട്ട് ഒരുക്കാൻ പോവാണ് അപ്പുവിനെ. അവന്റെ മേക്കപ്പ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് അവനെ ഡ്രസ് ചെയ്യണം. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്നല്ലേ, ഒരു വലിയ കഥയാണ്. നമുക്കത് പതുക്കെ പതുക്കെ നമുക്ക് സംസാരിച്ച് നമുക്കത് പറയാം. പിന്നെ ഇപ്പൊ നമുക്ക് അപ്പുവിനെ ഒരുക്കം കാണാം കൃഷ്ണനായിട്ട്. അപ്പുവിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ഇതൊക്കെയാണ് നമ്മളത്. കണ്ണന്റെ തൊപ്പിയുണ്ട്, ഓടക്കുഴലുണ്ട്, ആഭരണങ്ങളുണ്ട്. അപ്പൂന്റെ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മള് അപ്പൂനെ ഒരുക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും കൃഷ്ണാഷ്ടമി ഈ രീതിക്ക് ആഘോഷിക്കാം. അപ്പൊ കണ്ണന്റെ അപ്പുവിന്റെ തലയിൽ ഇതേ ഹെയർ ക്ലിപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്കട്ടെ, സുന്ദരനായല്ലടാ. നോക്കിക്കടാ, എന്റെ ഭാഗ്യവിഹാരി. ബംഗാളി കൃഷ്ണൻ എവിടെയാണ്? വൃന്ദാവനിൽ നോക്കട്ടെ. എവിടെ ചൊറിയുന്നു? അവിടെ ഒന്നും ചൊറിയത്തില്ല. ഒന്ന് ചിരിക്കണ്ണ, ചിരിക്കണ്ണ. ഈ കണ്ണനത് ചിരിയില്ലാത്ത ഷോള് കണ്ടോ?
മൂക്കൊക്കെ ചൊറിയുന്നേ. ഒരു ദിവസം കണ്ണനെ ഒരുക്കാൻ നമ്മൾ ഇത്രയും പാടുപെടും. ആ യശോദാമ്മ എത്ര പാടുപെട്ടിട്ടാവും ഡെയിലി ഒരുക്കുക അല്ലേ? ആലോചിച്ച് നോക്കിയേ. ആണോ? ഇത്രയും മതിയല്ലേ? മതിയോ? സൂപ്പറായില്ലേ? നോക്കിക്കേ, ശരിയല്ലേ? ഇനി നമുക്ക് നിന്നോളൂ. ഈ ചണ്ടമുത്തരം കാണിച്ചിട്ട് താഴെ നിന്നാ മതി, അത് താഴെ വീഴും. അത് ചൊറിയത്തില്ല, കുഴപ്പമില്ലടാ. മിക്സിയൊക്കെ വരുമ്പോ പിന്നെ വെച്ച് മിക്സ് ചെയ്യുക. മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കണ്ണൻ സുന്ദരനായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശോഭായാത്രയിൽ പങ്കുചേരാൻ. ഇതാണ് നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കണ്ണന്മാര് റെഡിയായി വന്നിട്ടുണ്ട്. ഓമനത്വം തോന്നുന്ന കുറേ കണ്ണന്മാര്. ശരിക്കും എല്ലാ അമ്മമാരുടെ ആഗ്രഹമല്ലേ അവരവരുടെ മക്കള് കണ്ണനെ പോലെ നല്ല കുറുമ്പം കാണിച്ച് അല്ലേ. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കണ്ണനാണ്. 5 മാസം പ്രായമേ ഉള്ളൂ കണ്ണന്. ശരിയാ, എല്ലാ കണ്ണന്മാരും നല്ല കുറുമ്പന്മാരാ. കൃഷ്ണ കൃഷ്ണ അപ്പോഴത്തേക്ക് നമ്മുടെ ഉടുപ്പി ക്ഷേത്രത്തിനകത്ത് ഭജന മണ്ഡലിയുടെ ഭജനയൊക്കെ ആരംഭിച്ചായിരുന്നു കേട്ടോ. കുറച്ചു നേരം അമ്പലത്തിനകത്ത് നമുക്ക് ഭജനയൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ പോയിരുന്നു. ഭജനയൊക്കെ നമ്മൾ
ദീപക് സാറിൻ്റെ ടീമാണ് കേട്ടോ ഈ ഭജന നടത്തുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഉടുപ്പി അമ്പലത്തിൽ ഇങ്ങനെ ഭജന നടത്താറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോഷയാത്ര അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പുറത്തുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നത്. ഘോഷയാത്ര ആശ്രമം ജംഗ്ഷൻ, ആലപ്പുഴ ആശ്രമം ജംഗ്ഷനിൽ നിന്ന് തോണ്ടങ്ങളങ്ങര ശിവക്ഷേത്രം വരെ ഉണ്ടായിരുന്നു. നമ്മുടെ ഉടുപ്പി ക്ഷേത്രത്തിന്റെ വാതിൽക്കലാണ് ഈ ശോഭായാത്ര പാസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉറിയടിക്കുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഉറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉറിയടിക്കുള്ള കണ്ണന്മാരൊക്കെ എത്തിക്കഴിഞ്ഞു. അവർ നല്ല ആവേശത്തിലാണ്, നല്ല ഉത്സാഹത്തിലാണ്. മ്യൂസിക്കിൻ്റെ കൂടെ ഡാൻസും കളിച്ച് അവർ പതുക്കെ ഉറിയടിക്കുന്നതിൻ്റെ ഇതിലാണ്. ഉറിയടിച്ച് താഴെയുന്നു. അപ്പോൾ ഉറിക്കകത്ത് നമ്മൾ കുറച്ച് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളതാണ്. ഈ കാണുന്നത് പ്രൊസഷൻ്റെ കൂടെ, അതായത് ശോഭായാത്രയുടെ കൂടെ വന്ന രാധമാരും കൃഷ്ണന്മാരുമാണ്. ഇങ്ങനെ ഡാൻസും കളിച്ച് പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഓരോ കണ്ണന്മാരെ കാണാൻ. ഈ ഗ്രൂപ്പിൻ്റെ ഡാൻസ് സൂപ്പറായിരുന്നു കേട്ടോ. ഓരോ പാട്ട് മാറുമ്പോഴും അവർ സ്പീക്കറിലേക്കിരുന്ന ഓരോ മ്യൂസിക് മാറുമ്പോഴും അവരുടെ ഡാൻസ് അതിനനുസരിച്ച് അവർ എത്ര പെട്ടെന്നാണ് അവർ ആ കൊറിയോഗ്രാഫി അവർ ചെയ്യുന്ന, ആ സ്റ്റെപ്സൊക്കെ എത്ര സിങ്കായിട്ട് അവർ ചെയ്യുന്നുണ്ടല്ലോ. മ്യൂസിക്കിൻ്റെ കൂടെ നല്ല ഹിപ്പ് ഹോപ്പും കളിച്ച് പോകുന്ന കണ്ണന്മാർ. ഘോഷയാത്ര നമ്മുടെ ഉടുപ്പി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് നേരെ തോണ്ടങ്ങളങ്ങര അമ്പലത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയായിരുന്നു.
and back to home. അപ്പം നമ്മുടെ കൃഷ്ണാഷ്ടമി ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈ ഫോർ ടുഡേ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.